വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിൽ പോരാട്ടം കനക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി LDFന്റെ കയ്യിലുള്ള സീറ്റ് പിടിക്കാൻ കൈമൈ മറന്നുള്ള പോരാട്ടത്തിലാണ് UDF. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചതു മുതൽ വികസന സേവന രംഗങ്ങളിൽ കൈവരിക്കാനായ പുരോഗതി എടുത്തുപറഞ്ഞാണ് ഇടത് പ്രചരണം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായതും റോഡുകളുടെ നിലവാരം ഉയർത്തിയതും ഭരണ നേട്ടമായി LDF ചൂണ്ടിക്കാണിക്കുന്നു. നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം നഗരസഭയും ഈ ഡിവിഷനും ഇത് 2 തവണയും LDF സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധികളായി പോയിട്ടുള്ളത്. 3ാം വട്ടവും വടക്കാഞ്ചേരി നഗരസഭയും ഈ ഡിവിഷനും ഹാട്രിക് വിജയം നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഈ നാടാകെ തന്നെ LDFന്റെ കൂടെയുണ്ട്. തീർച്ചയായും ഒരു വലിയ വിജയം ഇടതുപക്ഷത്തിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിവിഷൻ പിടിച്ചെടുക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് PK വിജയനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 32 വർഷമായി നാട്ടിൽ കേബിൾ TV നടത്തുന്ന വിജയനെ എല്ലാവർക്കും പരിചിതമായതിനാൽ അത് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. റോഡുകളുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളക്ഷാമം, വികസന മുരടിപ്പ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് പ്രചരണം. കഴിഞ്ഞകാല വികസന മുരടിപ്പ് ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാനുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം കേവലം ഒരു 1-2 റോഡുകളുടെ കട്ടവിധി നടന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ചൊന്നും നടന്നായിട്ട് എനിക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ നടന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ മോശമാണ്. എനിക്ക് അവിടെ ഒരു വികസന മുരടിപ്പ് തന്നെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമാവും. മാത്രമല്ല, കുടിവെള്ളം ഒരു വലിയ വിഷയമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ കുടിവെള്ളം കിട്ടാതെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ജനുവരി തൊട്ട് ഏകദേശം മെയ് അവസാനം ജൂൺ വരെ കുടിവെള്ളം കിട്ടില്ല. മഴ പെയ്താലും കുടിവെള്ളം കിട്ടില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ നാടിൻ്റെ. അപ്പോൾ അത് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് M ഹരികിരണാണ് NDA സ്ഥാനാർത്ഥി. NDAക്ക് അവസരം നൽകിയാൽ കേന്ദ്ര പദ്ധതികൾ കൂടുതലായി ഡിവിഷനിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. കേന്ദ്ര മന്ത്രാലയത്തിലേക്കുള്ള വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ആക്സസുകളും എല്ലാം ചെയ്തുകൊണ്ട് ഞാനതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടെന്ന് പറയാൻ കാരണം. സ്വാധീനം എന്നുള്ളത് തെറ്റായിട്ടുള്ള നിർവചനമാണെന്ന് പറയുന്നുണ്ടായി. സ്വാധീനം എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു വാക്കല്ല. സ്വാധീനം എന്നുള്ളത് നല്ലൊരു വാക്കാണ്. ആ സ്വാധീനം ചെലുത്തിക്കൊണ്ട് റെയിൽവേ ഓവർബ്രിഡ്ജ് എന്തായാലും കൊണ്ടുവരുന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കാളിക്കാവിൻ്റെ പ്രോജക്റ്റ്, ഇത് 3 എൻ്റെ പ്രൈമറി പ്രോജക്റ്റുകൾ 3. അത് ഈ വരുന്ന ജയിക്കുന്ന പക്ഷം 3 വർഷത്തിനുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി.